നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ KR ആണ്. സോഷ്യൽ മീഡിയയിൽ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ആളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കുറെ കമന്റുകളിലെ ആ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എന്റേതായ ചോദ്യങ്ങളല്ല, നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതിൽ കാണുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനെയാണ് നിമിഷപ്രിയ ഇതുപോലെ കൊന്നിരുന്നെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുമായിരുന്നോ? കാന്തപുരം ഉസ്താദിന്റെ പോലെയുള്ള ഒരു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഒരു കൊലയാളിക്ക് വേണ്ടി ഇടപെടുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി മലയാളികൾ എന്തിനു ശ്രമിക്കണം? നമസ്കാരം സുനിത. വ്യക്തിപരമായി എന്നോടാണ് ഈ ചോദ്യമെങ്കിൽ യെസ്, ഞാനത് കൊടുക്കുമായിരുന്നു. കാരണം ഞാൻ വധശിക്ഷ എന്ന് പറയുന്ന സംവിധാനത്തിനെതിരാണ്. ഞാൻ വധശിക്ഷ ഒരു നല്ല ശിക്ഷയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളതല്ല, വധശിക്ഷയ്ക്ക് എതിരായ നിലപാട് വ്യക്തിപരമായി സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ചോദ്യം വ്യക്തിപരമായി എന്നോടാണെങ്കിൽ ഞാൻ മാപ്പ് കൊടുക്കുമായിരുന്നു എന്നുള്ള ഒരു മറുപടി തന്നെയാണ്. മാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏത് എക്സ്റ്റെന്റ് വരെ? ഞാൻ പറഞ്ഞത് വധശിക്ഷയാണ്. ഞാൻ ശിക്ഷ പൂർണ്ണമായും മാപ്പ് കൊടുക്കുക എന്നുള്ളതല്ല. ചില നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശിക്ഷാവിധികളും കോടതികളും നമ്മുടെ നിയമ സംവിധാനങ്ങളും ഒക്കെ. ഒരു സിസ്റ്റത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം. അപ്പൊ അതിനകത്ത് യെസ്, നമുക്കൊരു എക്സ്റ്റെന്റ് വരെ ആ ഈ ശിക്ഷാവിധികൾ വേണം. പക്ഷെ അതിൽ വധശിക്ഷ വേണോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും ലോകത്താകെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ട എന്നുള്ള അഭിപ്രായമുള്ള, വധശിക്ഷയ്ക്കെതിരായി നിലപാടെടുക്കുന്ന കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതോ പറയുന്നതോ ഒരിക്കലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഞങ്ങൾ പറയുന്നത് ശരിയത്ത് നിയമപ്രകാരം, ശരിയ ലോ പ്രകാരം, പിന്നെ കോടതികൾ ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് എല്ലാ കോടതികളും തള്ളിക്കഴിഞ്ഞാലും, എല്ലാ ലീഗൽ റെമഡികളും എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഈ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ റെമഡിയാണ് ശരിയത്ത് നിയമപ്രകാരമുള്ള ആ ലോ ഓഫ് ദ ലാൻഡ്. യമനിൽ ഇപ്പോൾ നിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് ശരിയ നിയമമാണ്. ശരിയ നിയമം പിന്തുടരുന്ന ഒരു രാജ്യത്ത് നിലവിൽ അവർക്ക് അവൈലബിൾ ആയ ഒരു റെമഡി, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം തരാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ആ നിലവിലുള്ള നിയമപ്രകാരം അവർക്ക് അവസാനം കിട്ടാവുന്ന റെമഡി, അത് കിട്ടാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ, ആ ശ്രമം നടത്തണമെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബത്തിന്റെ സമ്മതമാണ് അതിൽ ഏറ്റവും ആവശ്യം. ആ സമ്മതത്തിന് അവരുടെ മേൽ അവരോട് ആദ്യം കണ്ട് മാപ്പ് പറഞ്ഞ് അവരെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ചർച്ചകൾ നടത്തി അവരെ ഇത് സ്വീകരിക്കാൻ പ്രാപ്തരാക്കണം. ഈ ഞങ്ങൾ നൽകുന്ന മാപ്പപേക്ഷ അവർ അനുഭാവപൂർവ്വം പരിഗണിക്കണം. എന്നിട്ട് മാപ്പ് നൽകണം. അത് പിന്നീട് രണ്ട് മൂന്ന് തരത്തിൽ ഈ അവർക്ക് ദിയാധനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകാം. ഒന്ന്, ശരിയത്ത് നിയമപ്രകാരം തന്നെ അവർക്ക് തള്ളിക്കളയാം. വേണമെങ്കിൽ മൂന്ന് ഓപ്ഷനുകൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ കുടുംബത്തിന് തള്ളിക്കളയാം. അതല്ല അവർ സ്വീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പണം സ്വീകരിച്ച് അവർക്ക് മാപ്പ് നൽകാം. പണം സ്വീകരിക്കാതെ അവർക്ക് മാപ്പ് നൽകാം. അപ്പൊ ഇതിൽ ഏതോ ഓപ്ഷൻ, ഞങ്ങൾ അവസാനത്തെ രണ്ട് ഓപ്ഷൻ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ കുടുംബം അങ്ങനെ ചെയ്യണം. കാരണം പണം സ്വീകരിച്ചോ സ്വീകരിക്കാതെയോ ഞങ്ങളുടെ മാപ്പപേക്ഷ അവർ അതിന് പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അവരങ്ങനെ ശരിയായ നിയമം പണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ട് അത് നടക്കും എന്നുള്ളത് ട്രൈ ചെയ്യുന്നു എന്ന് മാത്രം. ലൂപ്പ് ഹോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ നിയമത്തിന്റെ ഭാഗമായി അവർക്കുള്ള നിയമം അങ്ങനെയാണ്, നിയമത്തിൽ നിയമം അതിനുള്ള അങ്ങനെയാണ്. ആ വകുപ്പുണ്ട്. നിയമം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ശരീഅത്ത് നിയമപ്രകാരം അങ്ങനെ ഒരു റെമഡി ഉണ്ട്. ആ റെമഡി ട്രൈ അവൈൽ ചെയ്യാൻ ചെയ്യുന്നു. വേണ്ടി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു. ഉം. പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വിദേശത്ത് പല പല ആളുകളും പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇപ്പോൾ വിദേശത്ത് പോകുന്നുണ്ട്. ഈ വിദേശത്ത് പോയി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മുഴുവൻ രക്ഷിച്ചുകൊണ്ട് വരുന്നതാണ് ഒരു സർക്കാരിന്റെ ചുമതല എന്നാണ്. എന്താണ് അതിന്റെ മറുപടി? തീർച്ചയായും നമ്മൾ വിദേശത്ത് പോയി കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കുറ്റകൃത്യത്തെ സംബന്ധിച്ച് നമ്മൾ നിർവചനം എങ്ങനെയാണ് ഒരാൾ കുറ്റക്കാരനാകുന്നത്, അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ അയാൾ കുറ്റവാളിയാണോ എന്നുള്ള സംബന്ധിച്ചൊക്കെ ഉള്ള നിർവചനമൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായും നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഏറ്റവും കൂടുതൽ ഓരോ വീട്ടിൽ നിന്നും പ്രവാസികളുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിദേശത്തേക്ക് പോകുന്നത്. ലോകത്തെ ഏറ്റവും അധികം മൈഗ്രൻസിനെ അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്പറിൽ വരുന്ന സമയത്ത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഗൾഫ് കോറിഡോറിലേക്കാണ്. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ
നമ്മുടെ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്നായാലും ഇപ്പോൾ ഏറ്റവും UP-യിൽ നിന്നായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ. നേപ്പാളിൽ നിന്ന് പോകുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് പോകുന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് പോകുന്നുണ്ട്, പിന്നെ ഗൾഫ് കോറിഡോറിലേക്ക്. നമ്മൾ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ നിങ്ങളുടെ അടുത്ത് നിന്ന് പിന്നെ പാസ്പോർട്ടാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും. നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ സ്പോൺസർ മേടിച്ചു വെക്കുകയാണ്. ആ പാസ്പോർട്ട് സ്പോൺസർ മേടിച്ചു വെച്ച് പിന്നീട് നിങ്ങൾക്ക് അയാൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ നിർബന്ധിതമാവുകയാണ്. പല സമയത്തും നിങ്ങൾക്ക് ലഭിക്കേണ്ട വേതനം തന്നെ വേതനം ലഭിക്കാതെ ജോലി ചെയ്യാനോ അതല്ലെങ്കിൽ ഏഹ്, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഈ ജോലി അവസാനിപ്പിച്ച് നിങ്ങൾ തിരിച്ചു പോരുകയാണെങ്കിൽ നിങ്ങളുടെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് ലഭിക്കാതെ തിരിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് കേസുകൾ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് കേസുകൾ ഞാൻ വ്യക്തിപരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടന നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ അവരുടെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റും അവരുടെ സാലറിയും ഒന്നും കൊടുക്കാതെ തിരിച്ചയച്ച എംപ്ലോയീസിന്റെ കേസുകൾ നിരവധിയായി വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അനീതികൾ ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൈഗ്രൻസ് ആണെങ്കിൽ അവർക്ക് നേരെ ആ രാജ്യങ്ങളിലെ പിന്നെ പ്രധാനപ്പെട്ട എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഫോർ എക്സാമ്പിൾ സൗദി എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോഴും കഫാല സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ വിസ നിലനിൽക്കുന്ന രാജ്യമാണ്. കഫാല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു അടിമത്ത സമ്പ്രദായം പോലെയുള്ള ഒരു സമ്പ്രദായമാണ്. നിങ്ങളെ ഒരു പിന്നെ ആ വിസ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് ആ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ ഭാഗമായാണ്. ഗതികേട് കൊണ്ട് നമ്മുടെ പ്രവാസികൾ, ഗതികേട് കൊണ്ടോ അറിവുകേട് കൊണ്ടോ നമ്മുടെ പ്രവാസികൾ പിന്നെ അത്തരം രാജ്യങ്ങളിലേക്ക് പിന്നെ പോകുന്നു, പിന്നെ ജോലി തേടി പോകുന്നു. പക്ഷെ അവിടെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്ന സമയത്ത് അവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളുടെയും എംബസികളുടെയും ഉത്തരവാദിത്തമാണ്. അതിനാണല്ലോ അവിടെ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ രാജ്യത്തും ഈ എംബസികളും കോൺസുലേറ്റുകളും തുറന്നു വെക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത്രയും പണം ചെലവാക്കി ഉദ്യോഗസ്ഥരെ അവിടെ പിന്നെ പറഞ്ഞയച്ച് നിങ്ങൾ ഇത് തുറന്നു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് തുറന്നു വെക്കുന്നത് സ്വന്തം പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ലഭ്യമാക്കുന്നതിനാണ് പ്രധാനമായിട്ടും ആദ്യത്തെ ഇത്. പിന്നീട് ആ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധവും മറ്റൊക്കെ. നയതന്ത്ര ബന്ധമൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പൗരന്മാർ ആ രാജ്യത്ത് പോയി അല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാർ ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ പരസ്പരം ഒരു എക്സ്ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഈ നയതന്ത്ര ബന്ധത്തിന്റെ ആവശ്യം തന്നെ വരുന്നത്. നിങ്ങൾ ഒരു രാജ്യവുമായി ഒരു തരത്തിലുള്ള ബന്ധം, ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് യമനുമായി ഞങ്ങൾക്ക് നയതന്ത്ര ബന്ധം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വേറൊരു തരത്തിലും അത് കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭരണകൂടത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ രാജ്യവുമായി നയതന്ത്ര ബന്ധം വേണ്ട. അപ്പോൾ ഈ വേണം എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്ന സ്ഥലങ്ങളാണ്, ആളുകൾ വരുന്ന സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായും ആ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കണം. നമ്മുടെ പിന്നെ സർക്കാർ ആയാലും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമായാലും ഇത്തരത്തിൽ തങ്ങളുടെ ചുമതലകൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ നട്ടെല്ലായിരിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതാത് രാജ്യങ്ങളിലെ പിന്നെ ഭരണകൂടവുമായി പിന്നെ അതാത് സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള എക്സ്ചേഞ്ചസ്, ബൈലാറ്ററൽ എഗ്രിമെന്റ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമുക്ക് ഞങ്ങൾ പലപ്പോഴും കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇന്ത്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ മൈഗ്രൻസിനെ ഗൾഫ് കോറിഡോറിലേക്ക് അയക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ട്, പിന്നെ നല്ല നയതന്ത്ര ബന്ധമുണ്ട്. നിരന്തരം നമ്മുടെ ഭരണാധികാരികൾ സന്ദർശിക്കുന്ന പിന്നെ രാജ്യങ്ങളാണ്. അവിടെ നമുക്ക് ഈ പറയുന്ന നിരവധിയായ പ്രോസസ്സുകളും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അബുദാബി പിന്നെ ഡയലോഗ് എന്ന് പറയുന്നത് എല്ലാ വർഷവും അബുദാബി പിന്നെ ഒരു പീരിയോഡിക്കലി അബുദാബി ഡയലോഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. കൊളംബോ പ്രോസസ്സ് എന്ന് പറയുന്ന ഇതുപോലെ തന്നെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തരം പ്രോസസ്സുകൾക്കകത്ത് അല്ലെങ്കിൽ ബൈലാറ്ററി നടക്കുന്ന ചർച്ചകൾക്കകത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രവാസികളുടെ, ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ നിയമ സംവിധാനങ്ങൾ മാറണം? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് AI ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ്. AI ടൂൾ വളരെ നന്നായി ഉപയോഗിക്കാൻ പറ്റാവുന്ന സാഹചര്യമാണ്. അപ്പോൾ നിമിഷയുടെ കേസ് തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിമിഷയ്ക്ക് പല കൺഫെഷൽ ഡോക്യുമെന്റുകളും അന്ന് പിന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ട സാഹചര്യം വന്നിരുന്നു. അപ്പൊ ഈ ഡോക്യുമെന്റുകൾ വായിച്ചു നോക്കി ഇത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ഒപ്പിട്ട് കൊടുക്കുന്നത്, കാരണം അറബിയിലാണ്. ഇതേ സാഹചര്യം തന്നെയാണ് മറ്റ് ഗൾഫ് കൺട്രികളിലും നിലനിൽക്കുന്നത്. അവിടുത്തെ ഭാഷ, ഔദ്യോഗിക ഭാഷ അറബിയാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ആർക്കും അങ്ങനെ അറബി വായിക്കാനോ എഴുതാനോ അറിയുന്ന സാഹചര്യമില്ല. ചിലപ്പോൾ പറയുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എഴുതാനോ വായിക്കാനോ അറിയില്ല. അപ്പൊ എന്താണ് ഡോക്യുമെന്റ്, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം ഏതൊക്കെ തരത്തിലുള്ള പിന്നെ ഇതിനകത്താണ് ഒപ്പുവെക്കുന്നത്, കരാറുകൾക്കകത്താണ് ഒപ്പുവെക്കുന്നത് എന്നൊന്നും ഈ തൊഴിലാളികൾക്കോ പിന്നെ ഇവർക്കാർക്കും അറിയില്ല. അപ്പൊ ഇതിനെ ഏറ്റവും നന്നായി ഈ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ പോയിട്ടില്ല, നമ്മുടെ ഗവൺമെന്റ് പോയിട്ടില്ല.
അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ കോടതികളിൽ നിങ്ങൾക്ക് പിന്നെ ഓൺലൈനായിട്ട് അപ്പിയർ ചെയ്യാനോ ഇവരെ ഡിജിറ്റലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇപ്പോഴും പിന്നെ പല തൊഴിലാളികളും ഈ എൻഡോ സർവീസ് ബെനിഫിറ്റ് ഉൾപ്പെടെ കിട്ടാതെ പോന്നിട്ടും അവർക്ക് കേസ് നടത്താൻ പറ്റാത്തത് ഈ പറയുന്ന അവർക്ക് തിരിച്ച് അവിടെ പോയി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കേസ് കോടതിയിൽ ഹാജരാവാൻ. അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളികളെ പിന്നെ ഡിജിറ്റലായി ഓൺലൈനിലായി VC-യിലൂടെ കോടതിയിൽ ഹാജരായി അവർക്ക് കേസ് നടത്താൻ പറ്റാവുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബൈലാറ്ററൽ അഗ്രിമെന്റ് അവർക്ക് ഇന്ത്യയിൽ ഇരുന്നാണെങ്കിലും ഒരു എംപ്ലോയർ പിരിച്ചുവിടുകയാണെങ്കിൽ അവനോട് ലേബർ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ പിന്നെ അവൻ അവിടെ നിൽക്കണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിസ എക്സ്റ്റെൻഡ് ചെയ്യണം, അതിനുവേണ്ടി സാമ്പത്തിക ചെലവ് വരും. അവനെ എംപ്ലോയർ പിരിച്ചുവിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർ ഇന്ത്യയിൽ ഇരുന്ന് എംബസിയുടെ സഹായത്തോടു കൂടി അവിടെ ഒരു ലേബർ കംപ്ലൈന്റ് അവന്റെ പിന്നെ കിട്ടാനുള്ള സാലറിയും അല്ലെങ്കിൽ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റും പിന്നെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തിനു അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കേണ്ട കാലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഭരണകൂടവും ഉദ്യോഗസ്ഥരും കൂടുതൽ സെൻസറ്റൈസ്ഡ് ആവണം. നമ്മുടെ ഇവരുടെ പ്രശ്നങ്ങൾ, സ്വാഭാവികമായും പ്രവാസികളുടെ പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് സെൻസറ്റൈസ് ആവണം. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അതിനാവശ്യമായുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തണം. ദൗർഭാഗ്യവശാൽ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അതാത് രാജ്യങ്ങളിലെ എംബസികളിൽ പോയി അവിടെ മികച്ച സ്കൂളുകളിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അതൊരു ഒരു ഒരു 3 വർഷമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയമോ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോരുന്ന, കുടുംബത്തോടൊപ്പം ഒരു രാജ്യത്ത് ഒരു 3 വർഷത്തോളം താമസിച്ച് തിരിച്ചു പോരുന്ന തരത്തിൽ മാത്രമായി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പക്ഷെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായില്ല. പലപ്പോഴും കേന്ദ്രം സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ പോലും സ്വകാര്യ വിഷയമാണ്, ഞങ്ങൾക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്, ബ്ലഡ് മണിക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ കുടുംബങ്ങൾ തമ്മിൽ നടത്തട്ടെ എന്നുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റ് ചില വിഷയങ്ങൾ, ചിലരുടെ വിഷയങ്ങളൊക്കെ വിദേശത്തുണ്ടാവുമ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ കേന്ദ്രം വളരെ ക്രിയാത്മകമായി ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് നീതിപൂർവകമായ ഒരു ട്രയൽ കിട്ടിയില്ല എന്നുള്ളൊരു പോയിന്റും പല സ്ഥലത്തും വക്കീൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേന്ദ്രത്തിന്റെ ഇടപെടലിന്റെ കാര്യത്തിൽ ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ടോ? സ്വാഭാവികമായിട്ടും ഞാൻ അതാണ് പിന്നെ പല സ്ഥലങ്ങളിലും പറയുന്നത്, നമ്മൾ ചർച്ചകളിൽ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പാണ്, 4-5 മാസം മുമ്പാണെന്ന് തോന്നുന്നത്, എനിക്ക് കൃത്യമായി ഏതാ മാസം എന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഒരു പാവപ്പെട്ട UP-യിൽ നിന്നുള്ള ഒരു പിന്നെ ഡൊമസ്റ്റിക് വർക്കർ അവർ UAE-യിൽ എക്സിക്യൂഷന് വിധേയയായി. അപ്പോൾ എക്സിക്യൂഷന് വിധേയയാകുന്നതിന് മുമ്പ് സ്വാഭാവികമായും UAE എന്ന് പറയുന്നത് ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള, നല്ല നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. അവർ ഏത് രാജ്യമാണെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെ പൗരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് മുമ്പ് നയതന്ത്ര തലത്തിൽ അവരെ അറിയിക്കും. അത് ഒരു നയതന്ത്ര മാന്യതയാണ്, അത് ചെയ്യാറുള്ളതാണ്. ഒരു പ്രസിഡന്റ് അവർ എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്ന ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ അത്തരമൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലഭിച്ചിട്ട് പോലും നമ്മുടെ എംബസിക്കോ സർക്കാരിനോ അവർക്ക് ഈ പറഞ്ഞ ബ്ലഡ് മണി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്ന, ഈ രാജ്യത്തും ഈ ശരിയാലോചന നിലനിൽക്കുന്ന രാജ്യമാണ്, അവിടെയും ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പിന്നെ സംഘടനകളോ ആക്ടിവിസ്റ്റുകളോ ആരും അറിയാതെ അവർ പാവം എക്സിക്യൂഷന് വിധേയമായി പോകുന്ന സാഹചര്യമാണ്. പിന്നീട് അതിനുശേഷം വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ ഇന്ത്യൻ എംബസി പറഞ്ഞത് അവരുടെ മൃതദേഹം ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് എംബസിയുടെ നിലപാട്. അപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടതിന് ശേഷം മൃതദേഹം എത്തിച്ചു കൊടുക്കുന്നതാണോ എംബസിയുടെ ചുമതല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ സമയത്ത് ഇത് പുറം ലോകമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, ഒരുപക്ഷെ UAE എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായ ഇന്ത്യൻ ഡയസ്പോറകളുള്ള സ്ഥലമാണ്, അവർക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നു. അവർക്ക് ഒരുപക്ഷെ ഈ കുടുംബത്തെ കാണാനോ കൺവിൻസ് ചെയ്യാനോ സാധിക്കുമായിരുന്നു. അതുമാത്രമല്ല, അവരുടെ കേസിനകത്ത് അവരുടെ ആ ചാർജ് പോലും നമുക്ക് ആർക്കും പിന്നെ അത്ര പെട്ടെന്ന് പിന്നെ അല്ലെങ്കിൽ വളരെ വേദനാജനകമായതാണ്. ഒരു കുഞ്ഞ് മരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടേതല്ലാത്തൊരു കുറ്റം അവരുടെ മേൽ കെട്ടിവെച്ച് അവർ എക്സിക്യൂഷന് വിധേയമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ കേസ് നമ്മുടെ മുമ്പിൽ ഒരു പ്രസിഡന്റായി നിൽക്കുന്നുണ്ട്. നിമിഷയുടെ കേസിനകത്തും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ബ്ലഡ് മണി എന്ന് പറയുന്നത് ഇരയുടെ കുടുംബവും അതിനകത്ത് കുറ്റവാളിയായിട്ടുള്ള വ്യക്തിയുടെ കുടുംബവും തമ്മിലുള്ള പ്രൈവറ്റ് നെഗോസിയേഷനാണ്, അതിനകത്ത് ഞങ്ങൾ ഇടപെടില്ല, സർക്കാരിന് പരിമിതികളുണ്ട് എന്നുള്ളൊരു സമീപനമാണ് എടുക്കുന്നത്. അതേസമയം നമ്മൾക്ക് തന്നെ സർക്കാരിന്റെ വളരെ സക്രിയമായ ഇടപെടൽ കണ്ട കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെന്റ് പാസ്റ്റിനകത്താണ് ഖത്തറിൽ നിന്ന് 9 ഇന്ത്യൻ നാവികരെ, സെയിലേഴ്സിനെ ഇന്ത്യൻ സർക്കാർ തന്നെ വളരെ പ്രൊആക്റ്റീവായി ഇടപെട്ടുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ വേറെ നയതന്ത്ര തലത്തിലൊക്കെയുള്ള പിന്നെ ഈ ദേവയാനി ഖോബ്രഗഡയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് US എങ്ങനെ ഇന്ത്യൻ സർക്കാർ ഇടപെടുന്നു,
അപ്പോൾ അതൊരു IAS, ദേവയാനി എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ സെയിലേഴ്സ് എന്ന് പറയുന്ന അവരുടെ മേൽ ചാരവൃത്തിയാണ് ആരോപിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ചാരവൃത്തി ആരോപിക്കപ്പെട്ട ആളുകളുടെ പിന്നെ കേസിന് അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളുടെ കേസിൽ സർക്കാർ വളരെ പിന്നെ സക്രിയമായി ഇടപെട്ടുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി ഏഹ്, പോയി കുറ്റാരോപിതരായി വേണ്ടത്ര ആക്സസ് ടു ജസ്റ്റിസ് ലഭിക്കാതെ, നീതിപൂർവമായ വിചാരണകളും മറ്റു കാര്യങ്ങളും നടക്കാതെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാ വിചാരണയും എല്ലാം നടന്ന് അവസാനിച്ചാൽ പോലും ആ നിയമ സംവിധാനത്തിനകത്തുള്ള അവസാനത്തെ റെമഡിയായ ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ പോലും അവൈൽ ചെയ്യാൻ സാധിക്കാതെ ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ വേദനാജനകമാണ്. അപ്പൊ സ്വാഭാവികമായും ഇതിനകത്ത് കൃത്യമായി ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഈ എത്രത്തോളം നിങ്ങൾക്ക് സർക്കാരിനെ സ്വാധീനിക്കാനോ ഉദ്യോഗസ്ഥരെ പിന്നെ ചലനാത്മകമാക്കാൻ സാധിക്കുമോ, അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമ്മുടെ പിന്നെ ഭരണകൂടവും നമ്മുടെ ഉദ്യോഗസ്ഥരും തയ്യാറാകും. അതേസമയം പാവപ്പെട്ട പ്രവാസികളുടെ, പക്ഷേ ദൗർഭാഗ്യവശാൽ 99% ഈ പാവപ്പെട്ട പ്രവാസികളാണ് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ 1% വേണ്ടിയാണോ നിങ്ങളുടെ ഈ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഉം. ഇപ്പൊ കാന്തപുരം ഉസ്താദിന്റെ ഒരു പേര് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നവരെ ഇവിടെ വളരെ ക്വയറ്റായിട്ടും കാമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതിൽ താല്പര്യം എന്നുള്ളതായിട്ട് തോന്നിയിരുന്നില്ല, അങ്ങ് അവഗണിച്ചു വിടുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്നൊരു വാർത്ത പുറത്തു വരുന്നതോടുകൂടി പെട്ടെന്ന് മലയാളികൾ എല്ലാവരും ഉണരാണ്. അവർ പക്ഷം ചേരുന്നു, കുറെ പേര് അനുകൂലമായി സ്റ്റാൻഡ് എടുക്കുന്നു, കുറെ പേര് എതിര് സ്റ്റാൻഡ് എടുക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. അറബിയിൽ പോയി കമന്റ് ഇടുന്നു, ഈ വിഷയത്തിൽ ഇടപെട്ട സൂഫി പണ്ഡിതനായ യമനിലെ സൂഫി പണ്ഡിതനെ അപമാനിക്കുന്നു, കാന്തപുരം ഉസ്താദിനെ അപമാനിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിമിഷപ്രിയയുടെ മോചനത്തെ ദോഷകരമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മുടെ ഒരു സഹോദരിയെ, ഒരു മലയാളിയായ ഒരു പ്രവാസി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാ കേരളീയ കുടുംബങ്ങളിൽ നിന്നും മലയാളി കുടുംബങ്ങളിൽ നിന്നും ഒരു പ്രവാസിയെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കും, അത് ഏതെങ്കിലും രാജ്യങ്ങളിലായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രവാസിയുടെ ഒരു, അല്ലെങ്കിൽ പ്രവാസത്തിന്റെ ഒരു വലിയ പിന്നെ പ്രയാസമൊക്കെ അറിയുന്ന ആളുകൾ തന്നെ, നേരിട്ട് അറിയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഇത്തരത്തിൽ നമ്മൾ എന്താ പറയുക, കേരളം പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതാണോ നമ്മുടെ പ്രബുദ്ധത? ഒരു മനുഷ്യന്റെ ജീവനെ സംബന്ധിച്ച്, ആ ഒരു മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് പോലും അടിസ്ഥാനപരമായി ഉള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ സാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ എന്തിനേയും ഏതിനേയും തീർത്തും കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളുടെയോ ഭാഗമായി എതിർക്കുക, അല്ല മറ്റിനെ ആ എതിർക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെയും പോവുക. നിങ്ങൾക്ക് നയപരമായി പിന്നെ കാന്തപുരത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാൻ ഒരു കാന്തപുരത്തെ വിശ്വാസപരമായി ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അദ്ദേഹവുമായി ഈ പ്രവർത്തനത്തിൽ കൈകോർത്ത് ഞങ്ങളുടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് വളരെ മാന്യമായി നിങ്ങളുടെ വേദികൾക്കകത്ത് നിങ്ങളുടെ നിലപാടുകൾ ഉറച്ചു പറയാം, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ സാധ്യമായ മേഖലയ്ക്കകത്ത് അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. കാരണം 2020 തൊട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് 2020 മുതൽ 25 വരെയുള്ള 5 വർഷക്കാലം നേരിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട ഒരാളെന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാം. കാരണം 2016 തൊട്ട് യമനിലേക്ക് യാത്രാവിലക്കുണ്ട്, അവിടെ മറ്റാർക്കും പോകാൻ പറ്റില്ല. അമ്മയെ തന്നെ, നിമിഷയുടെ അമ്മ പ്രേമകുമാരിയെ തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി 3 തവണ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കേന്ദ്ര സർക്കാർ അതിനെ ശക്തിയുക്തം എതിർത്ത്, കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് കോടതി അനുമതി നൽകുന്നത്. എന്നിട്ടാണ് അമ്മയെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം അവിടെ പറഞ്ഞയക്കാൻ വേണ്ടി പറയുന്ന സാധിക്കും. കാരണം എന്തായിരുന്നു? നിമിഷപ്രിയയുടെ അമ്മ പോകുന്നതിന് എന്തിനാ കേന്ദ്രം എതിർക്കുന്നത്? അവിടുത്തെ ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ പിന്നെ സേഫ്റ്റി, അതൊരു പ്രശ്നമാണ്, കൺസേൺ ആണ്. അവിടെ ഇന്ത്യൻ എംബസി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള പിന്തുണകൾ നൽകാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെയുള്ള സാങ്കേതികമായുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മറ്റ് പിന്നെ ലോകരാജ്യങ്ങളൊക്കെ അവിടേക്കുള്ള യാത്രാവിലക്ക്, പിന്നെ നമ്മുടെ നേരത്തെ അവിടുന്ന് ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ കോടതി പറഞ്ഞത്, അവർ പോകാൻ ഞങ്ങൾ പറയുന്നില്ല, അവർക്കുള്ള അനുമതി ഞങ്ങൾ നിഷേധിക്കാം, പക്ഷേ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തില്ല പിന്നെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കോടതി ഒരു നിലപാടെടുത്തത്. സ്വാഭാവികമായും ഒരു ഇന്ത്യൻ സിറ്റിസൺ അവിടെ ജയിലിനകത്ത് പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നു. അവർക്ക് നേരിട്ട് ഈ നെഗോസിയേഷൻസ് നടത്താൻ പറ്റില്ല.
അത് നടത്തേണ്ട അല്ലെങ്കിൽ നടത്താൻ ശേഷിയുള്ള ഇന്ത്യൻ ഗവൺമെന്റ് അത് നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. എന്നാൽ ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു പിന്നെ റെമഡി അവരെ അവൈലബിൾ ആണ് താനും. അപ്പോൾ അത് അവരെ അങ്ങനെ ആ റെമഡി അവൈലബിൾ ആയി ആ റെമഡി എക്സോസ്റ്റ് ചെയ്യുന്നത് വരെ അവരെ പിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറയാൻ വേണ്ടി കോടതിക്ക് പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് സേഫ്റ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ റിസ്കിൽ അവർ പോകട്ടെ, അവരത് റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാണെന്ന് അവർ പറയുന്നു, മകളെ രക്ഷിക്കാൻ വേണ്ടി ആ റിസ്ക് എടുക്കാൻ വേണ്ടി നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ അവർ പോകട്ടെ എന്നുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ തള്ളി പിന്നെ കോടതി നമുക്ക് അനുമതി തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പിന്നെ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് പിന്നെ അമ്മയെ അതിനു വേണ്ടി പോലും ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം 3 തവണ കോടതിയിൽ പോകുക എന്ന് പറഞ്ഞതും കോടതിയുടെ ഒരു പ്രൊസീഡിങ്സ് നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ പിന്നെ ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൽ എടുക്കുന്ന സമയം. അപ്പോൾ അമ്മയെ പറഞ്ഞയക്കാൻ വേണ്ടി 1.5 വർഷത്തോളം ഞങ്ങൾക്ക് കേസ് നടത്തേണ്ടി വന്നു. അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പൊ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്നത് വരെ ഞങ്ങളുടെ അടുത്ത് നിമിഷപ്രവ്യ 2020 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ് വിചാരണ കോടതി. 2022 അവിടുത്തെ ഹൈക്കോടതി പോലെയുള്ള ഫസ്റ്റ് അപ്പലേറ്റ് കോടതി അത് വധശിക്ഷ ശരിവെച്ചു. അതിനുശേഷം 23 സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അത് ശരിവെച്ചു. ഈ 3 ജഡ്ജ്മെന്റും ഞങ്ങളുടെ കയ്യിലില്ല. അവിടെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന വ്യക്തി ഇത് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് 4,000 ഡോളർ പിന്നെ ഇതിന്റെ സർട്ടിഫൈഡ് കോപ്പിക്കും ട്രാൻസ്ലേറ്റഡ് കോപ്പിക്കും വേണം എന്ന് പറഞ്ഞ് ആ പണം ഞങ്ങൾ അയച്ചു കൊടുത്തതാണ്. പക്ഷേ ഈ നിമിഷം വരെ ആ ജഡ്ജ്മെന്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോ ഈ പറയുന്ന എന്താ പറയുക, നിമിഷപ്രിയ വധശിക്ഷ അവരുടെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ വധശിക്ഷ ക്കുള്ള അനുമതി നൽകി അല്ലെങ്കിൽ ശരിവെച്ചു, പിന്നെ അപ്പീൽ തള്ളി എന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത് ഈ അമ്മയ്ക്കുള്ള യാത്രാനുമതിക്കുള്ള കേസ് കോടതിയിൽ ഡൽഹി ഹൈക്കോടതി നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ കോടതിയെ അറിയിക്കുകയാണ്. അവിടെ ഞങ്ങൾക്കൊരു പ്രതിനിധി ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ തള്ളിയ കാര്യം പോലും ഞങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ അവിചാരിതമായാണ് ഞങ്ങൾ ആ വിവരം പോലും അറിയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ചലഞ്ചസ്, പിന്നെ ഈ പറയുന്ന നെഗോസിയേഷൻ എന്ന് വേണ്ടി പറഞ്ഞ് 40,000 ഡോളർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പിന്നെ ഇന്ത്യൻ എംബസി വഴി ഞങ്ങൾ അവിടെയുള്ള അഭിഭാഷകനും പിന്നെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിക്കും ഞങ്ങൾ 40,000 ഡോളർ കൊടുത്തിരുന്നു. പക്ഷെ ഒരു തരത്തിലും ഏതെങ്കിലും പിന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയോ അതിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. ഞങ്ങൾ അതിന്റെ എന്താണ് പ്രവർത്തനത്തിന്റെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അതിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഈ വ്യക്തി പോവുകയാണ് ഉണ്ടായത്. നമ്മൾ അപ്പോൾ വളരെ സംസാരിക്കാൻ തന്നെ നാണമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചാനലുകൾ ഇത് ചർച്ചയാണ്. അപ്പൊ ഇത് അപ്പോ ക്രെഡിറ്റിന് വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വളരെ പിന്നെ സങ്കീർണമായ പിന്നെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നിമിഷയുടെ വധശിക്ഷ, അപ്പൊ ഞങ്ങൾക്ക് പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്യണമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ ചാനൽ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു അവിടെ ഇക്കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരെ ലഭിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അതിന് പ്രതികൂലവുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ കാന്തപുരത്തിന്റെ ഒരു ലിങ്ക് കിട്ടുന്നത്. ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ മകൻ ഡൽഹിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ഹക്കീം അസാരിയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം ഇപ്പോ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ തീയതി നിശ്ചയിക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ഇടപെടുകയും അതേ തുടർന്ന് ഞങ്ങൾ അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഹോട്ട് ലൈൻ സംവിധാനം ഉണ്ടാക്കി ഈ വധശിക്ഷ നിർത്തിവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ വരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് വളരെ സജീവമായി നടത്താൻ വേണ്ടി സാധിച്ചു. അതിന്റെ റിസൾട്ടും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷെ ആ സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ നമുക്ക് പിന്നെ ഇകഴ്ത്തി കാണിക്കാനോ അതല്ലെങ്കിൽ പിന്നെ മറക്കാനോ സാധിക്കില്ല. അദ്ദേഹം ഒരു മതനേതാവാണ്. ഒരു പിന്നെ കേരളവും ഇന്ത്യയും പിന്നെ ലോകവും ബഹുമാനിക്കുന്ന വളരെ ആരാധ്യനായ ഒരു മുസ്ലിം നേതാവാണ്. അദ്ദേഹം മറ്റൊരു സമുദായത്തിലുള്ള മലയാളി എന്നുള്ള ഒരു ബന്ധം മാത്രം വെച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ സാമുദായികമായി അദ്ദേഹം 94 വയസ്സുള്ള ആരോഗ്യപരമായി വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ആരും അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ളത്. നമ്മൾ ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെയാണ്, നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്താൽ ചിലപ്പോൾ നാളെ അതൊരു ഒരു പിന്നെ ലോകം അതിനെ അങ്ങനെ മാറിയേക്കാം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനകത്തൊരു മാറ്റം ഉണ്ടായി. പക്ഷെ അദ്ദേഹം ആ തീരുമാനം എടുത്തില്ല. അദ്ദേഹം മറ്റേതൊരു മലയാളിയെയും പോലെ അദ്ദേഹം ഇത് നിസ്സംഗനായി നോക്കിയിരുന്ന് ഒരു വാർത്തയായി മാത്രം കണ്ടുപോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രൊആക്റ്റീവായി ഇതിനകത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് തൻ്റെ കൂടി ഒരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് ചെയ്യാവുന്ന സഹായം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്ന സമയത്ത് അതിനെ പോലും ഈ കക്ഷി രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ഒക്കെ ചേർത്തുകൊണ്ട്
എന്നിട്ട് ഏറ്റവും രസകരമായ, നേരത്തെ സുനിത പറഞ്ഞതുപോലെ തന്നെ, ഈ പറയുന്ന തലാലിന്റെ ബന്ധുക്കൾക്ക് മനസ്സിലാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ അത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ അറബിക് ലാംഗ്വേജിൽ തന്നെ പോയി കമന്റ് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയാളി വളരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമാണ്. പിന്നെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്, നമ്മൾ എവിടെ നിൽക്കുന്നു. ഇതാണോ നമ്മുടെ മുൻ തലമുറ, അല്ലെങ്കിൽ നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറയുന്ന കേരളത്തിന്റെ പാരമ്പര്യം എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. എന്തായാലും ഈ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഈ നിമിഷ കേസ് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതി, ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഈ കേസിന് ശേഷം നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് സുനിത. ഈ സാഹചര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ കമന്റ് ചെയ്യുന്നില്ല. ഈ ക്രെഡിറ്റ് ആണോ വിഷയം? അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന് ഇതിന്റെ ക്രെഡിറ്റ് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിന് ഇതിന്റെ ക്രെഡിറ്റ് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മുമ്പ് പല ഏത് വിഷയമാണെങ്കിലും കഴിഞ്ഞ ഒരു 5-8 കൊല്ലത്തെ ഇടപെടലിൽ പല ആളുകളും ഇതിൽ ഇടപെട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ക്രെഡിറ്റ് വീതം വെക്കുന്ന തല്ലുംപിടിയാണോ ഈ നടക്കുന്നത്? എന്താണ് ശരിക്കും ഈ വളരെ മോശപ്പെട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുന്നത്? സുനിത, ഞാൻ ഇന്നലെയും ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, ക്രെഡിറ്റ് ആർക്കാണോ വേണ്ടത് അവർ പൂർണ്ണമായും ക്രെഡിറ്റ് എടുത്തോട്ടെ. ഞങ്ങൾ തന്നെ പറയാം, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ നടത്തി, വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ പറയാം, ഏഹ്, ഇന്ന ആളുകളാണ് അവർ. ആ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം ആരുടെ പേരാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയാം. 1, 2, 3 എന്ന് പറഞ്ഞ് ഇവരാണ്. കാരണം ഞങ്ങളിൽ ഇതിനകത്ത് നിൽക്കുന്ന ആളുകളെ, ഇപ്പോൾ സുഭാഷ് ചന്ദ്രനെ നിങ്ങൾ അറിയുന്നത് ചിലപ്പോൾ ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളെ പറയാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തിയപ്പോൾ അത് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ അറിയുക. ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഇതിന്റെ ചെയർമാൻ PM ജാബിർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ദീർഘകാലം 45 വർഷത്തോളം പ്രവാസിയായിരുന്ന, നിരവധി പ്രവാസി ഫോറങ്ങളിൽ അംഗമായിരുന്ന, ഇപ്പോൾ കേരള പ്രവാസി കമ്മീഷൻ അംഗമായിരിക്കുന്ന PM ജാബിറിന് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതിന്റെ ജനറൽ കൺവീനർ ജയൻ എടപ്പാൾ എന്ന് പറയുന്ന UK-യിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, പിന്നെ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന ഇതിന്റെ ട്രഷറർ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഷിഖ് മുഹമ്മദ് പറയുന്ന പിന്നെ ഇതിന്റെ ജോയിന്റ് കൺവീനർ, പിന്നെ റഫീഖ് റാവുത്തർ, അതുപോലെ സജീവൻ എന്ന് പറയുന്ന ആളുകൾ. ഇവരെ ആരും നിങ്ങൾക്ക് ചിലപ്പോൾ പേര് കൊണ്ട് അറിയില്ല. ഇവരാരും പേര് കൊണ്ട് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊണ്ട് എന്തെങ്കിലും ഫെയിം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിമിഷപ്രിയ ഈ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും ഫെയിം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്ന ആളുകളല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ പോലും ഇതിനകത്ത് ഈ അവസാന നിമിഷങ്ങളിൽ ഇത് പ്രതികരിക്കാൻ വേണ്ടി ആരെങ്കിലും വേണമെന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾ പറയുന്ന സമയത്ത് ഏഹ്, പ്രതികരിക്കാൻ നിർബന്ധിതമാകുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അതല്ലാതെ നമുക്കാർക്കും ഇതിന്റെ യാതൊരു തരത്തിലുള്ള പിന്നെ ഫെയിമും ആവശ്യമില്ല. ഇതിന്റെ യാതൊരു ക്രെഡിറ്റും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ആ ക്രെഡിറ്റ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇത് പിന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ഓഫീസുമായി സംസാരിക്കുന്ന സമയത്ത് അവർക്കും ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, കാര്യം നടന്നാൽ മതി എന്നുള്ള നിലപാടാണ് അവരും എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കാർക്കും ഇത്തരം ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. പക്ഷേ ആ ക്രെഡിറ്റിന് വേണ്ടി ഈ പ്രവർത്തനങ്ങളെ ഡീറെയിൽ ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് അവരോട് വെക്കാനുള്ളത്. ഈ അവർ പറയുന്ന ആളുകൾക്ക് ആണ് ഇത് പിന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ, നിങ്ങൾക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് ക്രെഡിറ്റിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ അത് തരാൻ ഞങ്ങൾ പൂർണ്ണ മനസ്സ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിനുവേണ്ടി ഇതിനെ ഡീറെയിൽ ചെയ്തതെന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അറബിയിലും ഇംഗ്ലീഷിലോ കമന്റ് ഇടുന്നവരെ കുറിച്ചാണ്. ഇപ്പൊ പല കമന്റുകളും കോപ്പി പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ വെല്ലുവിളിയൊക്കെ നിറഞ്ഞാണ്. നിങ്ങളെ സഹോദരനെ പൈസ വാങ്ങിയിട്ട് പിന്നെ പ്രതിനെ വെറുതെ വിടുകയാണോ, നാണോ ഇല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ വേറൊരു തരം ഒരു പുതിയ സാധനം കാണുന്നത് നിമിഷപ്രിയയെ കുറിച്ചുള്ള കഥകളാണ്. രണ്ട് തരം കഥകളാണ് പ്രചരിക്കുന്നത്. ഒരു കൂട്ടര് നിമിഷപ്രിയയുടെ ക്രൂരമായ കൃത്യങ്ങൾ വിശദീകരിച്ച് വെട്ടിന്റെ എണ്ണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥകൾ ഇടുന്നു, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ള കഥകൾ. രണ്ടാമത്തെ ഒരു കൂട്ടര് പൂർണ്ണമായും നിമിഷപ്രിയ നിരപരാധിയാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ ഇറക്കുന്നു. ഇത്തരം കഥകള് ഇപ്പൊ AI-യുടെ കാലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ChatGPT പോലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏത് ഭാഷയിലേക്കും വായിക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ ശ്രമങ്ങളെ ബാധിക്കില്ലേ? നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താണ് ഇതില്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം നിമിഷയ്ക്ക് എല്ലാ ലീഗൽ റെമഡികളും എക്സോസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അവിടെയുള്ള ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ലീഗൽ റെമഡികളെല്ലാം പിന്നെ എക്സോസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അവിടുത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ വരെ, അവിടുത്തെ സുപ്രീം കോടതി വരെ നിമിഷ കുറ്റക്കാരിയാണെന്ന് കണ്ടത്. ഞങ്ങൾ ആ തീരുമാനത്തെ മാനിക്കുന്നു. അത് ആ രാജ്യത്തെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ആ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ തീരുമാനമാണ്. അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിമിഷ കുറ്റക്കാരിയല്ല എന്ന് ഞങ്ങൾ എവിടെയും പറയുന്നില്ല. നിമിഷ കുറ്റക്കാരിയാണെന്ന് ആ രാജ്യത്തെ നിയമ സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. അവരെ വിചാരണ നടത്തി. ആ വിചാരണയ്ക്കകത്ത് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ലീഗൽ ഡിഫൻസ് കിട്ടിയില്ല. അത് ആ സിസ്റ്റത്തിന്റെ പ്രശ്നം മാത്രമല്ല. അത് നേരത്തെ സൂചിപ്പിച്ച മാതിരി അന്നത്തെ അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം നിമിഷയ്ക്ക് നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അവരെ കുറ്റക്കാരിയാണെന്ന് വിധിച്ചു. ആ വിധി 2 കോടതികൾ അംഗീകരിച്ചു.
അപ്പോൾ സ്വാഭാവികമായും നിമിഷ കുറ്റക്കാരിയാണ്. നിലവിലുള്ള ആ കോടതിയുടെ വിധി പ്രകാരം നിമിഷ കുറ്റക്കാരിയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിയായ നിയമപ്രകാരം നിരുപാധികമായ മാപ്പാണ്. നിമിഷ കുറ്റക്കാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ കുടുംബത്തിനുണ്ടായ എല്ലാ വേദനകളും ഞങ്ങളുടെ വേദനയായി ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏഹ്, ശരിയായ നിയമപ്രകാരമുള്ള ഈ ഓപ്ഷൻ സ്വീകരിച്ച് ഞങ്ങൾ അവരോട് നിരുപാധികം മാപ്പ് പറയുകയാണ്. ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങളുടെ സഹോദരിക്ക് പറ്റിയത് തെറ്റാണ്. ഞങ്ങൾ പല ചർച്ചകൾക്കകത്തും ഞങ്ങൾ പറഞ്ഞു, നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവർ ജയിലിനകത്തായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ യമനിലെ സമൂഹത്തോടും ആ കുടുംബത്തോടും ഗോത്രത്തോടും നിരുപാധികമായ മാപ്പ് പറയുകയാണ്. ഞങ്ങളുടെ സഹോദരിക്ക്, ഒരു ഇന്ത്യൻ സഹോദരിക്ക് നിങ്ങളുടെ നാട്ടിൽ വന്ന് അവർ നടത്തിയ തെറ്റ്, ആ തെറ്റിന് നിങ്ങൾ നിരുപാധികം മാപ്പ് നൽകണം. ഈ ശരിയായ നിയമപ്രകാരമുള്ള ധനസഹായം സ്വീകരിച്ചുകൊണ്ട് അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചർച്ചകളിലേക്ക് ഈ സാഹചര്യത്തിൽ പോകേണ്ടത് പിന്നെ ഈ ഈ- ഈ ഈ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ ആ നിയമ സംവിധാനം കണ്ടെത്തിയ തീരുമാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതേസമയം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇനി ഉള്ള റെമഡി, ഇനിയുള്ള അവർക്ക് ഉള്ള അവസാനത്തെ റെമഡി അത് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മാന്യമായ നിലപാട്. ഇപ്പൊ മോചനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇടപെടുന്ന മലയാളികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പണി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന നിങ്ങൾക്ക് നിമിഷപ്രിയ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുമാതിരി പലതരത്തിലുള്ള നെറേറ്റീവുകൾ വരുന്ന സമയത്ത് പലതരത്തിലുള്ള കഥകൾ, ഊഹാപോഹങ്ങൾ, പല വ്യക്തികളും പ്രത്യേകിച്ച് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉള്ള സമയത്ത് യൂട്യൂബേഴ്സ് പല ഇതും ഇതാവുന്നു, അവരുടെ സ്റ്റോറികൾ വരുന്നു. അപ്പൊ ഈ നരേഷൻസ് എല്ലാം ഈ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. ഇപ്പൊ തന്നെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട്. പിന്നീട് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാനസികാവസ്ഥ, ഇതിന്റെ താഴെ പോയി കമന്റ് ഇടുക, അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികാരം, അത് അദ്ദേഹത്തിന് പൂർണ്ണമായ അവകാശമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ശരിയായ നിയമപ്രകാരം ഇത് തള്ളിക്കളയാനുള്ള അവകാശം ആ കുടുംബത്തിലെ ഓരോ അംഗത്തിനുമുണ്ട്. ആ എല്ലാ അംഗങ്ങളെയും കൺവിൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. ഇപ്പോൾ ഈ എന്താ പറയുക, ആ കുടുംബത്തിലെ പിതാവിനെ, തലവനെ, ആ കുടുംബനാഥനെ മാത്രം കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന സാഹചര്യമല്ല ഈ ശരിയായ നിയമപ്രകാരമുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും നിലപാട് നിർണായകമാണ്. അവരുടെ ഈ തീരുമാനങ്ങൾ, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അത് അവർ പറയുന്ന സമയത്ത് അവരോട് നമ്മൾ യുദ്ധം ചെയ്തിട്ടല്ല വിജയിക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് വാക്കുകൾ കൊണ്ട് അവരെ കൂടുതൽ മുറിപ്പെടുത്തി, അവർ മുറിവേറ്റ ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ കൂടുതൽ മുറിപ്പെടുത്തുക എന്നുള്ളത് അവരുടെ നമ്മുടെ നിലപാട്. ഈ യുദ്ധം നമ്മൾ ജയിക്കുന്നത് മാപ്പ് കൊണ്ടായിരിക്കണം. ഈ ഈ ഈ യുദ്ധത്തിനകത്ത് നമുക്ക് ജയിക്കാൻ സാധിക്കുക നിരുപാധികമായ മാപ്പിലൂടെ മാത്രമേ ഉള്ളൂ. ആ നിരുപാധികമായ മാപ്പ് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആ മാപ്പ് ലഭിക്കാൻ വേണ്ടി, അവരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പമെങ്കിലും നിമിഷയോടോ അല്ലെങ്കിൽ ഒരു മലയാളി പെൺകുട്ടി എന്ന രീതിയിൽ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ അവരോട് സ്നേഹമുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ കാണണം. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടെ നരേഷൻസ് വരുന്നതിൽ നിന്ന്, കഥകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. നിർബന്ധമായും അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ യമനിലെ ഏതെങ്കിലും പ്രൊഫൈലുകൾ പോയി ഇത്തരത്തിൽ കമന്റ് ഇടുന്നതോ അവരുമായി എൻഗേജ് ചെയ്യുന്നതോ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിലപ്പോൾ ഇനിയിപ്പോൾ നല്ല കമന്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷയാണെങ്കിൽ പോലും ചിലപ്പോൾ മലയാളത്തിൽ ഇട്ടാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം ആയിരക്കണക്കിന് കമന്റുകൾ തന്റെ പ്രൊഫൈലിന് താഴെ വരുമ്പോൾ സാധാരണ 10-50 ലൈക്കും 4-5 കമന്റും കിട്ടുന്ന ഒരു പ്രൊഫൈലിൽ പെട്ടെന്ന് ആയിരക്കണക്കിന് കമന്റുകൾ വേറൊരു ഭാഷയിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് തന്നെ എന്തോ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുന്നു, ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നുള്ള ഫീലിംഗ് ആണ്. നമ്മളിനിപ്പോൾ അവിടെ പോയി സ്വാഭാവികമായി ഒരു മാപ്പപേക്ഷ ഇടുകയാണെങ്കിൽ പോലും, അപ്പൊ അതിനൊന്നും നമ്മൾ നിൽക്കണ്ട. അതിലൂടെയല്ല, ഒരു സോഷ്യൽ മീഡിയയിലൂടെയല്ല നമ്മൾ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നത്. അതിന് നയതന്ത്ര തലത്തിൽ ഇത്തരത്തിൽ നമ്മളെ നയിക്കുന്ന ആളുകൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകളിലൂടെ ആ കുടുംബ നെഗോസിയേഷൻ ടേബിളിൽ വരും. അവരെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ വികാരത്തെ ഞങ്ങൾ മാനിക്കുന്നു. നിമിഷം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരത്തെ ഞങ്ങൾ മാനിക്കുന്നു. ആ വികാരത്തോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് തൽക്കാലം ഞങ്ങൾ. അപ്പോൾ ആ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്കൊപ്പം നിങ്ങൾ മാനസികമായുള്ള പിന്തുണ തരിക. വേണമെങ്കിൽ ബ്ലഡ് മണി ആവശ്യമായി വരുന്ന സമയത്ത് വേണമെങ്കിൽ സാമ്പത്തികമായുള്ള പിന്തുണ തരിക. അതുവരെ, ആ നിമിഷം വരെ, ഈ നെഗോസിയേഷൻ തീരുമാനമാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല. എല്ലാ പ്രവർത്തനങ്ങളും വിജയം കാണട്ടെ. നിമിഷപ്രിയ നമ്മുടെ കൂട്ടത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം.
ആഹ് എന്താ പറയാ, കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കാം ഡൗൺ ചെയ്യാം. അവരവരുടെ ജോലി മാത്രം ചെയ്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്, അല്ലേ? അതെ. ശരിക്കും സോഷ്യൽ മീഡിയയിൽ ശരിയാ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്തോ ഒരു യുദ്ധമാണ്, അതിൽ ജയിച്ചാൽ മാത്രമേ നിമിഷപ്രിയ വിട്ടുകിട്ടൂ എന്നുള്ള രീതിയിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. സോഷ്യൽ ഇത് മീഡിയ നമ്മൾ മറ്റ് ആദ്യമായിട്ടാണോ പല ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കേസിൽ ഇടപെടുന്ന ആദ്യമായിട്ടാണോ? തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ജീവൻ മരണ പോരാട്ടം എന്നത് സത്യത്തിൽ ലിറ്ററലി പറയാവുന്ന പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനകത്ത് നമുക്കുണ്ടാവുന്ന ഓരോ വീഴ്ചയും പിന്നെ നഷ്ടപ്പെടുത്തുക ഒരു മനുഷ്യജീവനാണ്. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ആലോചിക്കേണ്ടത് 15-ാം തീയതി ഉച്ചവരെ ആ നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും. ഇപ്പൊ നമ്മളെല്ലാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നമ്മളെല്ലാം പുറത്ത് പിന്നെ പുറം ലോകത്ത് ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുന്നു. പക്ഷെ നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പിന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് ആ വിധി വരുന്നത് വരെ ഇത്ര ദിവസം ആ നിമിഷം എങ്ങനെയായിരിക്കും ജയിലിനകത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ ആ ഒരു വികാരം അത് അല്ല, നമ്മൾ അവരുടെ മാനിക്കും. അമ്മയുടെയും കുഞ്ഞിന്റെയും ഭർത്താവിന്റെയും ഒക്കെ മാനസികാവസ്ഥ അത് തന്നെയായിരിക്കും. അപ്പോ നിമിഷ അനുഭവിക്കുന്ന തലേന്ന് മാത്രമാണ് കൊടുക്കുന്നത്. തലേന്ന് ഉച്ചയ്ക്ക് മാത്രമാണ് ഈ സ്റ്റേ ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വികാരത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് അവർ നമ്മുടെ പിന്നെ വീട്ടിനകത്തുള്ള നമ്മുടെ ഒരു കുടുംബാംഗത്തിനാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ആ കുടുംബം എങ്ങനെയായിരിക്കും, അത് നമ്മുടെ കുടുംബാംഗം തന്നെയാണ് എന്ന് കരുതി അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് തൽക്കാലം അത് നടത്താനുള്ള പിന്നെ അവസരമൊരുക്കുക. പിന്നീട് ഞാൻ ഇത് ഒരിക്കൽ പോലും ആരോടും എന്താ പറയുക നിങ്ങളുടെ പിന്നെ ഈ വ്യക്തിസ്വാതന്ത്ര്യത്തിന് മേലേക്കുള്ള കടന്ന ഇതല്ല. നിങ്ങളോട് നമ്മൾ വളരെ ഹമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലും പ്രതികരിക്കാനുള്ള അവസരം ലഭിക്കും. അതിനുള്ള ഒരു സമയമുണ്ടാകും. ആ സമയം വരെ കാത്തിരിക്കുക. അതിനിടയ്ക്ക് ഇത്തരം ഉണ്ടാകുന്ന നടപടികൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഡീറെയിൽ ചെയ്യും. അപ്പോൾ അത് വളരെ ഹമ്പിളായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അത്തരം പ്രവർത്തനങ്ങൾക്കകത്ത് ഇൻഡൽജ് ചെയ്യരുത്, അതിന് ഇടപെടരുത്, ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തുനിന്നുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും വിജയം കാണട്ടെ. നന്ദി.